എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് വിഷ്ണുമായയുടെ പീഠം വയ്ക്കേണ്ട കാര്യമാണ്. വിഷ്ണുമായയുടെ ഭക്തന്മാർക്ക് തീർച്ചയായും ഭഗവാന്റെ പീഠം വെച്ച് ആരാധിക്കാവുന്നതാണ്. പലയിടങ്ങളിലും പീഠാരാധന നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളൊന്നുമില്ല, മറ്റൊരാളെ വിളിക്കേണ്ടതായിട്ടുമില്ല. നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം വന്ന് ഭവിക്കും. ഭഗവാൻ നമുക്കൊപ്പം ഉണ്ടാകും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. പറഞ്ഞു വന്നത് വിഷ്ണുമായയുടെ പീഠം വയ്ക്കേണ്ട കാര്യം. അതിന് ഉചിതമായൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മുടെ കുടുംബസമ്മതമായിട്ട് വിഷ്ണുമായിയെ നമ്മൾ കൊടുന്നു വെച്ചാൽ എല്ലാവരും അതിന് അനുകൂലമാണെന്ന് കൂടി ഒന്ന് നോക്കുക. മനസ്സിലായിട്ടോ? കാരണം ചിലവർക്ക് ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടമല്ല. പിന്നെ അവിടെ ഒരു കലഹമായി തീരും. അപ്പോൾ വിഷ്ണുമായയുടെ പീഠം നിങ്ങൾക്കറിയാമല്ലോ, ഒറ്റക്കാൽ പീഠമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പമാണ്. ഈ മായാജാല ചക്രം പോലെ കറങ്ങുന്ന രൂപത്തിലാണ്. ഭഗവാന്റെ പീഠം പ്രതിഷ്ഠയല്ല, ചലിച്ചുകൊണ്ടിരിക്കുന്ന പീഠമാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അത് എടുത്തു മാറ്റാം, കൊണ്ടുപോകാം. ആരുടെയും സഹായം അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പീഠം വെച്ച് ആരാധിക്കുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രം, തന്ത്രം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മനസ്സ് ദൃഢമായിരിക്കണം, ചഞ്ചലിക്കരുത്. പീഠം ചഞ്ചലിക്കുന്ന പോലെ മനസ്സ് ചഞ്ചലിക്കാൻ പാടില്ല. മനസ്സ് ഉറച്ചതായിരിക്കണം. ഭഗവാന്റെ പീഠം വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ നമ്മുടെ ശത്രുവിന് ദോഷം വരുവാനോ കുറേ പണം കിട്ടുമെന്ന് കരുതിയിട്ടോ ഒന്നും ഭഗവാന്റെ പീഠം വെച്ച് പ്രാർത്ഥന ചെയ്യരുത്. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ദോഷങ്ങളായി ഭവിക്കുന്നത്. നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ഭഗവാന്റെ പീഠം വെച്ച് ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഭഗവാന്റെ കോപമൊന്നും നമുക്ക് വന്ന് ഭവിക്കുകയില്ല. നമുക്ക് എന്നും പീഠം വേണമെങ്കിൽ കഴുകാം. കഴുകിയ ശേഷം യഥാസ്ഥാനത്ത് വെച്ച് ഭസ്മം ചാലിച്ച് 3 വര വരച്ച് അതിൽ അതിൽ ചന്ദനം കൊണ്ട് പൊട്ടുവെച്ച് അതിൻ്റെ നടുക്ക് കുങ്കുമം കൊണ്ട് പൊട്ടുവെച്ച് ഭഗവാന് പുഷ്പർപ്പിക്കാം. ഒരു കൈ പോകുമതി ഭഗവാനെ എൻ്റെ പൊന്നിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് നമുക്ക് അർപ്പിക്കാം. ഇനി ഭഗവാന്റെ രൂപം നമുക്ക് മനസ്സിലേക്ക് തെളിയണമെന്ന് ചിലവർക്കുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഈ പീഠത്തിൻ്റെ പുറകിലായി നമുക്ക് വയ്ക്കാം. ഭഗവാന്റെ രൂപം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. പിന്നെ വിശേഷങ്ങൾക്ക് നമ്മുടെ ശക്തിക്കൊത്ത് എന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങൾ വെച്ച് നമുക്ക് ഭഗവാനെ ആരാധിക്കാം. അതും നമ്മൾ ചെയ്താൽ മതി. അല്പം തീർത്ഥം തെളിച്ച്, അല്പം ചന്ദനം തെളിച്ച്, അല്പം പുഷ്പമിട്ട് ഭഗവാന് പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം ചന്ദനത്തിരി ഗന്ധങ്ങളൊക്കെ പുകയ്ക്കണമെങ്കിൽ പുകയ്ക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഭഗവാനെ വെച്ചു, നമുക്ക് അർജൻറ്റായിട്ട് 10 ദിവസം എവിടെയെങ്കിലും മാറണം, ഭഗവാൻ വിളക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിചാരം വേണ്ട. അതുകൊണ്ടൊരു ദോഷം നിങ്ങൾക്ക് സംഭവിക്കില്ല. കാരണം ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഭഗവാനെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾക്ക് 10 ദിവസം എവിടെയെങ്കിലും പോകേണ്ട വന്നു, അല്ലെങ്കിൽ 5 ദിവസം 2 ദിവസം മാറേണ്ട വന്നെങ്കിൽ വിരോധമൊന്നുമില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും ഭഗവാനെ വിളക്ക് വയ്ക്കാൻ മറക്കരുത്. അലസത ഉണ്ടാവരുത്, മടി ഉണ്ടാകരുത്. മനസ്സിലാകണ്ടോ? അതൊക്കെ ദോഷമാണ്. അതൊന്നും നമ്മൾ ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭഗവാന്റെ പീഠം വെച്ചാലുള്ള ഗുണങ്ങൾ നമുക്ക് വന്നു ചേരുക. ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും.
അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ പീഠം വയ്ക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ പ്രകാരമൊക്കെ വെച്ച് ആരാധിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല. ഭഗവാനെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കൈവിടാതെ നോക്കുക. നമുക്ക് ഐശ്വര്യവും ഗുണങ്ങളെല്ലാം തരുമ്പോൾ ഭഗവാനെ മറക്കാതിരിക്കുക. അപ്പോൾ അത് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.